ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: മിസ്റ്റർ അബിൻ ഈസ് ആൻ എംപ്ലോയി ഇൻ ചെന്നൈ. ഹി റിസൈഡ് ഇൻ എ റെൻറ്റഡ് ഹൗസ് ഫോർ വിച്ച് ഹി പേ മന്ത്ലി റെൻറ്റ് ഓഫ് ₹4,000. He receives HRA from the employer at the rate of ₹5,500 per month. Along with the HRA, his monthly salary consists of basic pay ₹12,000, DA ₹4,000, uniform allowance ₹200, bonus ₹1,000. Compute taxable portion of HRA if any for the year 2014-15. ആൻസർ ചെയ്യുന്നതിന് മുമ്പ് HRA കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഹൗസ് റെൻറ്റ് അലവൻസ് എന്ന് നോക്കാം. ഹൗസ് റെൻറ്റ് അലവൻസ് ഈസ് ഗിവൺ ടു ആൻ എംപ്ലോയി ടു മീറ്റ് ദ എക്സ്പെൻഡിച്ചർ ഓൺ റെൻറ്റഡ് അക്കോമഡേഷൻ. അപ്പോൾ ഒരു എംപ്ലോയി റെൻറ്റഡ് അക്കോമഡേഷനിൽ താമസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അക്കോമഡേഷൻ എടുക്കുന്നു, അതിന് റെൻറ്റ് കാര്യങ്ങളൊക്കെ പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന അലവൻസ് ആണ് ഹൗസ് റെൻറ്റ് അലവൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ എംപ്ലോയറിൽ നിന്നും എംപ്ലോയിക്ക് കിട്ടുന്ന ഈ ഹൗസ് റെൻറ്റ് അലവൻസ് എംപ്ലോയി അദ്ദേഹത്തിൻ്റെ ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിലാണ് കാണിക്കേണ്ടത്. എന്നാൽ ഹൗസ് റെൻറ്റ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹൗസ് റെൻറ്റ് അലവൻസ് എംപ്ലോയറിൽ നിന്നും എംപ്ലോയിക്ക് കിട്ടുകയാണെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ അല്ല, പാർട്ട്ലി ടാക്സബിൾ ആയിട്ടുള്ള ഒരു അലവൻസ് ആണ് ഹൗസ് റെൻറ്റ് അലവൻസ്. അപ്പം എത്രയാണ് ടാക്സബിൾ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ആ പാർട്ട്ലി ടാക്സബിൾ അല്ലെങ്കിൽ എക്സംഷൻസ് ഓൺ HRA എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ടാക്സബിൾ HRA എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആദ്യം എമൗണ്ട് ഓഫ് HRA റിസീവ്ഡ്, ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA റിസീവ്ഡ് എടുക്കാം. ദെൻ റെൻറ്റ് പെയ്ഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ലെസ് 10% ഓഫ് സാലറി. ദാറ്റ് മീൻസ് റെൻറ്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 10% ഓഫ് സാലറി. റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. ദെൻ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു ഐറ്റമാണ് 50% ഓഫ് സാലറി ഇൻ കേസ് ഓഫ് അക്കോമഡേഷൻ അറ്റ് മുംബൈ, കൊൽക്കത്ത, ഡൽഹി ആൻഡ് ചെന്നൈ. ഈ എംപ്ലോയി താമസിക്കുന്ന അക്കോമഡേഷൻ എന്ന് പറയുന്നത് മുംബൈയിലോ കൊൽക്കത്തയിലോ ഡൽഹിയിലോ ചെന്നൈയിലോ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാലറിയുടെ 50% കൺസിഡർ ചെയ്യണം. അതർ ദാൻ മുംബൈ, കൊൽക്കത്ത, ഡൽഹി, ചെന്നൈ ആണെങ്കിൽ 40% ഓഫ് ദ സാലറി. അപ്പോൾ ഏതൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഒന്ന് ആക്ച്വൽ HRA റിസീവ്ഡ്, then rent paid over 10% of salary, then 50% of salary if the accommodation at Mumbai, Kolkata, Delhi and Chennai. Otherwise 40% of salary ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇതിൻ്റെ അലവൻസ് കാണുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, സാലറി ഫോർ ദ പർപ്പസ് ഓഫ് HRA കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാലറിയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഒന്ന് ബേസിക് സാലറി അല്ലെങ്കിൽ ഡിയർനെസ് പേ, ദെൻ ഡിയർനെസ് അലവൻസ് നമുക്ക് ഉൾപ്പെടുത്താം ഇഫ് ഇറ്റ് ഈസ് ഫോമിങ് പാർട്ട് ഓഫ് പേ എന്ന് പറഞ്ഞാൽ മാത്രം. അതുപോലെ തന്നെ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ അല്ലെങ്കിൽ സെയിൽസ് ടാർഗറ്റിൻ്റെയോ ടേൺ ഓവറിൻ്റെയും ഫിക്സഡ് പെർസെൻറ്റേജ് കമ്മീഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് HRA കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സാലറി പർപ്പസിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. HRA കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ 3 ഐറ്റവും നമ്മൾ കൺസിഡർ ചെയ്യാം. ഇതിൽ ലീസ്റ്റ് എമൗണ്ട് ഏതാണോ, ഈ പറയുന്ന 3 ഐറ്റത്തിൽ ലീസ്റ്റ് എമൗണ്ട് ഏതാണോ അത്രയും വരെ എക്സംപ്റ്റഡ് ആയിരിക്കും. അപ്പോൾ ആക്ച്വൽ HRAയിൽ നിന്നും ഈ പറയുന്ന 3 ഐറ്റത്തിൽ നിന്നും ഏത് എമൗണ്ട് ആണോ ലീസ്റ്റ് വൺ അത് എക്സംപ്റ്റഡ് ആയിരിക്കും, ബാക്കി വരുന്നതായിരിക്കും ടാക്സബിൾ പോർഷൻ ഓഫ് HRA എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA റിസീവ്ഡ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം ആക്ച്വൽ HRA റിസീവ്ഡ് ബൈ ദി എംപ്ലോയി ₹5,500 പെർ മന്ത് ആണ്. 5,500 പെർ മന്ത് ആണ് തന്നത്. നമ്മളത് 1 ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യാം. 5,500 × 12. അപ്പോൾ ആക്ച്വൽ HRA റിസീവ്ഡ് 66,000 എന്ന് കിട്ടും. ആക്ച്വൽ HRA റിസീവ്ഡ് കിട്ടി. ദ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. അപ്പോൾ ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ദെൻ സാലറി, HRAയുടെ പർപ്പസിന് വേണ്ടിയിട്ട് സാലറി കണ്ടുപിടിക്കണം, സാലറിയുടെ 10%. അപ്പോൾ റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി കാണണമെങ്കിൽ ആക്ച്വൽ റെൻറ്റ് പെയ്ഡിൽ നിന്നും 10% ഓഫ് സാലറി ലെസ് ചെയ്യാം. നോക്കാം, ആദ്യം റെൻറ്റ് എത്ര പേ ചെയ്തു എന്ന് നോക്കാം. ഹി പേസ് മന്ത്ലി റെൻറ്റ് ഓഫ് ₹4,000. മന്ത്ലി റെൻറ്റ് 4,000 ആണ്. അപ്പം നമ്മൾ 1 ഇയറിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 4,000 × 12. അപ്പം ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് കാണാം. അപ്പോൾ 4,000 × 12 കണ്ടാൽ നമുക്ക് 48,000 കിട്ടും. അപ്പോൾ റെൻറ്റ് പെയ്ഡ് കിട്ടി. ഇതിൽ നിന്നും
10% ഓഫ് സാലറി ലെസ് ചെയ്യണം. സാലറി ഫോർ ദ പർപ്പസ് ഓഫ് HRA നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബേസിക് പേ, ബേസിക് സാലറി, ഡിയർനെസ് പേ ഉൾപ്പെടുത്താം. DA ഫോമിങ് പാർട്ട് ഓഫ് പേ എന്ന് പറഞ്ഞാൽ മാത്രമേ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ഓൺ സെയിൽസ് ടാർഗറ്റ് അല്ലെങ്കിൽ ടേൺ ഓവർ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷനിൽ HRA ഹിസ് മന്ത്ലി സാലറി കൺസിസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. ഇവിടെ സാലറി ഡീറ്റെയിൽസ് മന്ത്ലി ബേസിസിലാണ് തന്നിട്ടുള്ളത്. ബേസിക് പേ ₹12,000. അപ്പോൾ മന്ത്ലി ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യാം. 12,000 × 12 കാണാം. ദെൻ DA ₹4,000 ആണ് തന്നിട്ടുള്ളത്. ഫോമിംഗ് പാർട്ട് ഓഫ് പേ എന്ന് തരാത്തത് കൊണ്ട് നമുക്കിത് എടുക്കാൻ സാധിക്കില്ല. ദെൻ യൂണിഫോം അലവൻസ്, അതൊരിക്കലും നമുക്ക് HRAൻ്റെ കാൽക്കുലേഷനായിട്ട് ഉൾപ്പെടുത്താൻ പറ്റാത്ത ഒരു ഐറ്റമാണ്. ദെൻ ബോണസും നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആക്ച്വലി ഇവിടെ HRA കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാലറിയിൽ നമുക്ക് ഒള്ളി ബേസിക് പേ മാത്രമേ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ബേസിക് സാലറി 12,000 × 12 കണ്ടാൽ നമുക്ക് 1,44,000 കിട്ടും. പക്ഷെ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത് 10% ഓഫ് സാലറിയാണ്. 1,44,000ൻ്റെ 10% എന്ന് പറയുന്നത് 14,400. അപ്പോൾ റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി എത്ര കിട്ടും? 48,000 മൈനസ് 14,400. റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി 33,600 എന്ന് കിട്ടും. ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് 50% ഓഫ് സാലറി അല്ലെങ്കിൽ 40% ഓഫ് സാലറി. മുംബൈ, കൊൽക്കത്ത, ഡൽഹി ആൻഡ് ചെന്നൈയിലാണ് താമസിക്കുന്നതെങ്കിൽ 50% ഓഫ് സാലറിയാണ്. അതർ പ്ലേസിലാണെങ്കിലാണ് 40%. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരം മിസ്റ്റർ അബിൻ ഈസ് ആൻ എംപ്ലോയി ഇൻ ചെന്നൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചെന്നൈയിലാണ് താമസിക്കുന്നതുകൊണ്ട് നമ്മൾ സാലറിയുടെ 50% കാൽക്കുലേറ്റ് ചെയ്യാം. സാലറി ഓൾറെഡി നമുക്ക് 1,44,000 കിട്ടി. അതിൻ്റെ 50% കാണാം. 1,44,000ൻ്റെ 50% എന്ന് പറയുന്നത് 72,000 എന്ന് കിട്ടും. അപ്പോൾ ആക്ച്വൽ HRA റിസീവ്ഡ് 66,000. റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി 33,600. 50% ഓഫ് സാലറി 72,000. ഈ 3 എമൗണ്ടിൽ ലീസ്റ്റ് എമൗണ്ട് ഏതാണോ അത്രയും എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 33,600 എന്ന് കിട്ടും. അപ്പോൾ 33,600 വരെ എക്സംപ്റ്റഡ് ആണ്. ലീസ്റ്റ് എമൗണ്ട് ഈസ് 33,600 വിച്ച് ഈസ് എക്സംപ്റ്റ്. ആൻഡ് ടാക്സബിൾ HRA അപ്പോൾ എങ്ങനെയാണ് കാണേണ്ടത്? ആക്ച്വൽ HRAയിൽ നിന്നും ഈ ലീസ്റ്റ് എമൗണ്ട് ലെസ് ചെയ്താൽ നമുക്ക് ടാക്സബിൾ HRA കിട്ടും. ലീസ്റ്റ് എമൗണ്ട് ഈസ് 33,600 ഈസ് എക്സംപ്റ്റ്. അപ്പോൾ നമുക്ക് കിട്ടിയ HRAയിൽ നിന്നും 33,600 വരെ, ആക്ച്വൽ HRAയിൽ നിന്നും 33,600 വരെ എക്സംപ്റ്റഡ് ആണ്. സോ ബാലൻസ് ടാക്സബിൾ എമൗണ്ട് ഈസ് 66,000. ആക്ച്വൽ HRAയിൽ നിന്നും ഈ ലീസ്റ്റ് എമൗണ്ട് ലെസ് ചെയ്യാം. 33,600 ലെസ് ചെയ്യാം. ടാക്സബിൾ HRA എന്ന് പറയുന്നത് 32,400 എന്ന് വരും. ഇങ്ങനെ കിട്ടുന്ന ടാക്സബിൾ HRA ആണ് നമ്മൾ ഇൻകം ഫ്രം സാലറിയുടെ കൂടെ ആഡ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആക്ച്വലി എത്രയാണോ HRA റിസീവ്ഡ് ചെയ്യുന്നത് അത്രയും നമുക്ക് ടാക്സബിൾ ആയിരിക്കില്ല. അതിൽ നിന്നും ഈ സ്റ്റെപ്പ് പ്രകാരം നമ്മൾ കാണുന്ന ലീസ്റ്റ് എമൗണ്ട് വരെ എക്സംപ്റ്റഡ് ആയിരിക്കും. ബാക്കി വരുന്ന പോർഷൻ ആയിരിക്കും ഇൻകം ഫ്രം സാലറിയിൽ ടാക്സബിൾ ആയിട്ട് വരുന്ന എമൗണ്ട്.